ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നൈറ്റ് വീഡിയോ കേട്ടോ. താത്തകളതിനൊക്കെ വന്നപ്പോൾ പുറത്തൊന്ന് ഇറങ്ങാൻ പോയതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നത് പെട്ടെന്ന് സബ്സ്ക്രൈബ്. അപ്പോൾ ഈ ഒരു വീഡിയോ വന്നിട്ട് ഞാനും ഇക്കിയും അതേപോലെ താത്തയും താത്താടെ ഹസ്ബൻഡും പിന്നെ കുട്ടികളൊക്കെ കൂടിയിട്ട് നൈറ്റ് ചായ കുടിക്കാൻ വേണ്ടി പോയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത് വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ വടക്കേകാട് നാലാങ്കാലിലുള്ള ഗാലക്സി റെസ്റ്റോറൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ചെറിയ തട്ടുകട ഉണ്ട് കേട്ടോ. ചന്ദ്രേട്ടൻ്റെ തട്ടുകട എന്നാണ് ആ തട്ടുകടയുടെ പേര്. അപ്പോൾ അവിടെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ കഴിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരുവിധമുള്ള സ്പെഷ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും എന്താ പറയുക, ഭാഗ്യം കൊണ്ട് 2 വിഭവങ്ങൾ കഴിക്കാൻ പറ്റി. കാടമുട്ടയാണ് കേട്ടോ ഞങ്ങൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോൾ ഒരു ബാച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഭാഗ്യത്തിന്. ആ ഒരു ബാച്ച് അവർ ഞങ്ങൾക്ക് സെറ്റാക്കിയിട്ട് തന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ വീഡിയോ എടുക്കണായിട്ട് മുന്നായിട്ട് അപ്പം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഈ ഒരു ചേട്ടൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4-5 ടൈപ്പ് ചമ്മന്തി ഉണ്ട് ഇവിടെ കേട്ടോ. ആ ചമ്മന്തി എന്താ പറയുക, ആൾ സെർവ് ചെയ്യുന്ന എല്ലാ വിഭവത്തിലും ഈ ഒരു ചമ്മന്തി അവർ ഒഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്. നല്ല കാന്താരി ചമ്മന്തിയൊക്കെ ഉണ്ട് കേട്ടോ. കാടമുട്ട തിന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഈ എരിവും എന്തൊക്കെയോ ഒരു പ്രത്യേക ടേസ്റ്റ്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കടലയും മുട്ടയും ബീഫും കൂടിയിട്ടുള്ളൊരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അതിലും ഈ ഒരു ചമ്മന്തിയുടെ മിക്സൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല, കൊള്ളിയും ബോട്ടി, കൊള്ളിയും ബീഫ്, കൊള്ളിയും മുട്ടയും ബീഫും, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ ഇതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ലേറ്റായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചേട്ടൻ രാത്രി 8:30 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 8 മണി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അപ്പം തന്നെ ആൾക്കാർ കൂടിയിട്ടുണ്ടാവും. സാധനങ്ങൾ പെട്ടെന്ന് തീരുകയും ചെയ്യും കേട്ടോ. 11 മണി 10 മണിയാകുമ്പോഴത്തേനും സംഭവം ഒരുവിധമൊക്കെ അവസാനിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങളിത് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു, അതായത് ഈ സംഭവങ്ങളൊക്കെ കഴിച്ചിട്ട് എന്താ പറയുക, 2 പ്ലേറ്റാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ഞങ്ങളോടുത്ത് ഒന്ന് അവരോടുത്തിട്ട് കഴിച്ചു കേട്ടോ. പിന്നെ ഇവിടെ ചായ അല്ല, ചായക്ക് പകരം നല്ല ചൂടുവെള്ളമാണ് കേട്ടോ. അപ്പോൾ ചൂടുവെള്ളമൊക്കെ കുടിച്ചു. നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാണ്ട് ഒരു സുഖമില്ല പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അക്കിക്കാവ് വിട്ടിട്ട്, അക്കിക്കാവ് സുൽത്താൻ്റെ ചായക്കട പറഞ്ഞിട്ടുള്ളൊരു ചായക്കടയൊക്കെയാണ് കേട്ടോ ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ ഒരേപോലെ വൈബുള്ള കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് അനിയൻ ഒരു 7-8 ചായ പറഞ്ഞു. ഞങ്ങൾ ആൾക്കനുസരിച്ചിട്ടുള്ള ചായയൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ചായ ആവണ നേരം കൊണ്ട് തന്നെ ഞങ്ങൾ ഓരോ സെൽഫിയൊക്കെ എടുത്തുട്ടാ. പിന്നെ ചായ കുറച്ച് ഒരു 10-15 മിനിറ്റൊക്കെ എടുത്തു കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം അത്യാവശ്യത്തിന് തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു അവിടെ ചായക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡല്ല, അപ്പുറത്തെ സൈഡിലും ബാക്ക് ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ സ്പേസ്. അപ്പോൾ എന്നിട്ട് ചായ വന്നപ്പോൾ ഇവളാണ് എൻ്റെ താത്ത. ഇവൾക്കൊരു എന്താ പറയുക ഇതുണ്ട്, എന്ത് കിട്ടിയാലും ഒന്ന് ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടാം. അപ്പോൾ ഈ ഒരു ചായ ഇതേപോലെ പിടിച്ചിട്ട്, അതായത് എല്ലാവരും കൂടി പിടിച്ചിട്ട് ഫോട്ടോ എടുക്കുക പറഞ്ഞിട്ട് അവളിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവളെ കളിയൊക്കെ അതൊക്കെ പോയേക്കണ് പറഞ്ഞിട്ട്, അപ്പോൾ സാറിലടി ഒന്ന് എടുക്കാടി പറഞ്ഞു. അപ്പോൾ അവളെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഇതേപോലെ പിടിച്ചിട്ട് ചായ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ്. എന്നിട്ട് ഞങ്ങൾ ചായ എല്ലാവരും കൂടിയിട്ട് കുടിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള പാകത്തിന് മധുരം, പാകത്തിന് കടുപ്പൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ചായ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്തു അവിടുന്ന് മെല്ലെ പോന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും നിങ്ങളെ കസിൻസൊക്കെ ആയിട്ട് ഇതേപോലെ പോണിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയട്ടെ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നേക്കും. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.